പോലെ സുപ്രഭാതമൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുന്നു, എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും രാത്രിയാണ് എങ്കിലും ഒരിക്കൽ കൂടെ സുപ്രഭാതം പറയാൻ ഒരുമിച്ച്. ഓക്കെ അല്ലേ? സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു പ്രതീക്ഷയിലാണ്ടാണ് ഞാൻ പോയത്. പക്ഷെ തിരിച്ചിറങ്ങുമ്പോ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇനിയും നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സഹകരണം തീർച്ചയായിട്ടും ഇല്ലാതാവരുത്. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ, നിങ്ങളുടെ ഒരു സ്നേഹം കാണുമ്പോൾ എന്ത് പറയണമെന്ന് പോലും എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇത്രയധികം ജനത്തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല, കണ്ടതല്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നു. ഒരു വലിയൊരു മായാലോകത്ത് നിൽക്കുന്ന ഒരു എന്താ പറയാ അവസ്ഥയാണ് എനിക്കിപ്പോ ഉള്ളത്. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു. ഇനി പറയാം. പാത്രം കഴുകടാ, പാത്രം കഴുകടാ, പാത്രം കഴുകടാ, പാത്രം കഴുകടാ. അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും സ്നേഹവും ഒരു സന്തോഷവും പോസിറ്റിവിറ്റിയും ഒക്കെ കിട്ടി എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളോടുള്ള ഓരോരുത്തരോടുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളാണ് എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട ആളുകളാണ്. എൻ്റെ നല്ല കാര്യങ്ങളും എൻ്റെ പൊട്ട കാര്യങ്ങളും കണ്ട ആളുകളാണ്. നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഫടിക കല്ല് പോലെയാണ് ഞാൻ. കാരണം എനിക്ക് ഒന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഒന്നുമില്ല. അപ്പോ തീർച്ചയായിട്ടും ഇതേവരെ തന്ന നന്ദിക്കും കടപ്പാടിനും ഇതേവരെ തന്ന ഒരു എന്താ പറയാ, എനിക്ക് എക്സൈറ്റ്മെന്റോട് കൂടെ വാക്കുകൾ കിട്ടുന്നില്ല സത്യത്തില്. നിങ്ങളുടെ ഒരു സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി, 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 ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാര്യം കൂടി എനിക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തു. ഞാൻ അറിയാത്ത എത്രയോ കോടാനുകോടി ആളുകൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അപ്പൊ അവരോടുള്ള നന്ദി പറയാണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാരോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ മലയാളികളോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ ബന്ധുക്കളോടും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ കുടുംബക്കാരോടും, തറയിൽ ഫാമിലിയോടും, കോടന്നൂക്കാരോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ എന്നുണ്ടാവും. ഇതുവരെ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഇതുവരെ കിട്ടിയ
ഇതുവരെ കിട്ടിയ എല്ലാ കരുതലിനും ഞാൻ വീണ്ടും നന്ദി പറയാണ്. അപ്പൊ തുടർന്നും നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ എല്ലാ കാലത്തും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. ഞാനിവിടെ നിന്നിട്ടെടുക്കാം. നിന്റെ ഇതിലെന്റെ ഫോട്ടോ എല്ലാവരും വരാൻ പറയും. ഓ എന്തോ നവനീത് ഫോൺ പിടിക്കും. ഞാൻ എടുത്തരാം. ഇതാരുടെ ഫോട്ടോ? മനസ്സിലായോ? നാടകമൊക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് എന്നോട് മനസ്സിലായെന്ന് ചോദിക്കുന്നത്. ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നവര് വേറെ കോടന്നൂരുണ്ടോ? ശരി. ഇതാരുടെയാ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ടപ്പോ. ഒരുപാട് താങ്ക് യു സോ മച്ച്. അയ്യോ ലോക്ക വീഡിയോ ആണോ? കിട്ടുന്നുണ്ടോ? ഹൈ ഫൈ ഒന്നുകൂടെ. ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.